നാട്ടുകാരോട് കലഹിച്ച ലഹരി സംഘത്തെ കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച് ബിജെപി പ്രവർത്തകർ. കോട്ടയം വാഴൂരിലാണ് ലഹരി സംഘത്തിന്റെ പരാക്രമം. 4 പേരടങ്ങുന്ന ലഹരി സംഘമാണ് നാട്ടുകാരോട് കലഹിച്ചത്. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, പറയൂ. ഇന്നലെ രാത്രിയാണ് സംഭവം. ഈ പ്രദേശത്ത് ലഹരി മാഫിയയുടെ വലിയ വിളയാട്ടം കഴിഞ്ഞ കാലങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന നാട്ടുകാർ ഇക്കാലങ്ങളിൽ പോലീസിനെ അറിയിച്ചതാണ്. 4 പേരടങ്ങുന്ന യുവാക്കൾ ഇന്നലെ വൈകിട്ടോടുകൂടി ഈ പ്രദേശത്ത് തമ്പടിക്കുകയും നാട്ടുകാരുമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുമായിരുന്നു. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവും കൂടാതെ ലഹരി ഉപയോഗം കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടെത്തിയ ഈ 4 പേരടങ്ങുന്ന സംഘം അവിടെ അഴിഞ്ഞാട്ടം നടത്തുന്നു. നാട്ടുകാരെ മർദ്ദിക്കുന്നതടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് കടക്കുന്നു. ഇങ്ങനെ അവിടെ പ്രശ്നം സൃഷ്ടിച്ച ഈ 4 പേരടങ്ങുന്ന സംഘത്തെയാണ് ബിജെപി പ്രവർത്തകർ എത്തി കൈയോടെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. ബിജെപിയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റായ VN മനോജ് അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തി ഇവരുടെ ഈ പ്രവർത്തികളെ ചോദ്യം ചെയ്യുകയും ഈ സദാചാര വിരുദ്ധമായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇവർ ഈ പ്രദേശത്ത് ഇന്നലെ രാത്രി സൃഷ്ടിച്ചത്. ഇവിടെ തമ്പടിക്കുകയും തുടർന്ന് സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമെല്ലാം ചില ആളുകൾ പോലീസിൽ അറിയിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ തുടങ്ങുകയും പിന്നീട് വലിയ രീതിയിൽ അത് കയ്യാങ്കളിയിലേക്ക് നാട്ടുകാരെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നാട്ടുകാരെ കയ്യേറ്റം ചെയ്യുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ഈ 4 പേരടങ്ങുന്ന സംഘം സൃഷ്ടിക്കുകയുമായിരുന്നു. തുടർന്നാണ് ബിജെപി പ്രവർത്തകർ അവിടെ എത്തി പ്രാദേശിക ബിജെപി നേതാക്കളുടെ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തത്. പള്ളിക്കുട്ടത്തോട് പോലീസ് എത്തി ഇന്നലെ രാത്രി തന്നെ ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നുള്ളതാണ് പള്ളിക്കത്തോട് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ അടക്കം സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ നാട്ടുകാരോട് കയ്യാങ്കളിയിൽ ഏർപ്പെട്ട് നാട്ടുകാരെ ആക്രമിക്കുന്ന തരത്തിൽ യുവാക്കൾ പെരുമാറുന്നു എന്നുള്ള സംഭവ വികാസങ്ങളും സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്. 18നും 22നും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ് ഈ പരാക്രമങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യമാണ് ഓപ്പറേഷൻ തൂഫാൻ അടക്കം സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുമ്പോഴും യുവാക്കളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗവും അതുമൂലം സംഭവിക്കുന്ന ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങളും വ്യാപകമാകുന്നു എന്നതിന്റെ ഒരു സൂചനയായി മാറുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. കോടതിയിൽ ഈ 4 പേരടങ്ങുന്ന സംഘത്തെ 18നും 22നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ ഒരു വനിതയടക്കമുള്ള ആളുകൾ ഉണ്ട് എന്ന് പറയുന്നു, സൂചനകൾ ലഭിക്കുന്നു. അങ്ങനെയുള്ള ഈ സംഘത്തെ പോലീസ് കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രോഹിണി. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.